പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 23-ാമത്തെ മണിക്കൂറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ 16-ാമത്തെ നമ്പറാണ് കണ്ടത്, 1-ാമത്തെ അധ്യായത്തിൽ. അവിടെ പരിശുദ്ധ കുർബാന എന്താണെന്ന് 1-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ ഒന്നാമതായി പരിശുദ്ധ കുർബാന ബലിയാണ് എന്ന് പറഞ്ഞ് അത് ഉത്ഥിതൻ്റെ ബലിയാണെന്നും പറഞ്ഞ് ഉത്ഥിതനെ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം ഉത്ഥിതനെ മാത്രമല്ല പരിശുദ്ധ തൃത്വത്തെ നമ്മൾ സ്വീകരിക്കുന്നു, പരിശുദ്ധ തൃത്വവുമായിട്ട് നമ്മൾ ഒന്നു ചേരുന്നു എന്ന് 16-ാമത്തെ നമ്പറിൽ നമ്മൾ കണ്ടതാണ്. പരിശുദ്ധ കുർബാന ഈശോയിൽ കേന്ദ്രീകൃതം എന്നതിനേക്കാൾ പരിശുദ്ധ തൃത്വത്തിൽ കേന്ദ്രീകൃതമാണ്. ഈ വിഷയത്തെക്കുറിച്ച് 4-5 അധ്യായങ്ങളിൽ കൂടുതൽ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എങ്കിലും ഇവിടെ പ്രത്യേകമായി ഈ തൃത്വാത്മക കേന്ദ്രീകതയെ ഒന്നും കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആഗോള സഭയിലും പ്രത്യേകിച്ച് ഇന്ന് സീറോ മലബാർ സഭയിലും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണമോ അതോ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കണമോ എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ആരാധനാക്രമത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ പരിശുദ്ധ തൃത്വ കേന്ദ്രീകൃത പരിശുദ്ധ കുർബാനയെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അതിന് തീർച്ചയായും പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് പശ്ചാത്തലമായിട്ട്. അതായത് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച്, കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഒരു ദൈവം, ആ ദൈവത്തിൽ 3 ആളുകൾ, ദൈവം പരിശുദ്ധ തൃത്വമാകുന്നു. ഇത് ഈശോ മിശിഹ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, തിരുവചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞത് എന്താണ്? മനുഷ്യനെ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം എന്നാണ്. അവിടെ നമ്മുടെ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ബഹുവചനമാണ്. ലെറ്റസ് ക്രിയേറ്റ് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അതുപോലെ അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്ത പുത്രനെ ഇസഹാക്കിന് സാറ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് അബ്രാഹത്തിൻ്റെ പക്കലേക്ക് 3 വ്യക്തികൾ വരുന്നതായിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുക. അങ്ങനെ ധാരാളം തിരുവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിലാണെങ്കിൽ ഈശോ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യമാണിത്. ഈശോയുടെ അന്ത്യത്താഴ്വേളയിലെ കുർബാന സ്ഥാപനത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയിൽ ഈശോ എന്താ പ്രാർത്ഥിച്ചത്? 17-ാമത്തെ അധ്യായത്തിൽ, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയാണ് ഇവിടെ പരിശുദ്ധ കുർബാനയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇതാ പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധ തൃത്വവുമായിട്ട് ഒന്നു ചേരുകയാണ്. 14-ാമത്തെ അധ്യായത്തിലും 15-ാമത്തെ അധ്യായത്തിലും യോഹന്നാന സുവിശേഷത്തിൽ 26-ാമത്തെ വാക്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ വ്യക്തമായി ഈശോ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ തൃത്വം ഈശോ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ തൃത്വത്തെ കേന്ദ്രമായി കാണണം. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ തൃത്വത്തെ ആരാധിക്കുന്നതാണ്, തൃത്വ ആരാധനയാണ്. അതിനെ ഒന്നുകൂടി ആഴപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ മനുഷ്യന് അവൻ്റെ പാപാവസ്ഥയിൽ പരിശുദ്ധ തൃത്വത്തിന് അർഹമായ ആരാധന അർപ്പിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് പിതാവായ ദൈവം പുത്രൻ തമ്പുരാന്റെ പ്രവൃത്തികളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മക്കളായ നമ്മൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ തൃത്വത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏകദേശം 1970 വരെ ആഗോള സഭയിൽ എല്ലാ റീത്തുകളിലും മധുബഹാകൾ പ്രത്യേകമായി മനോഹരമായി സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ട് പണിയുന്നു. അവിടെ പരിശുദ്ധ തൃത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ആരാധനാക്രമം മുഴുവനും പരിശുദ്ധ തൃത്വത്തെ നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി തുതിക്കുന്ന ശൈലിയിൽ മുമ്പോട്ട് പോയി. പക്ഷേ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് അതിന് മാറ്റം വന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണമോ അൾത്താരയ്ക്ക് തിരിഞ്ഞു നിൽക്കണമോ എന്നുള്ളതായ അഭിപ്രായ വ്യത്യാസം സീറോ മലബാർ സഭയുടെ മാത്രം ഒരു പ്രശ്നമല്ല, ആഗോള സഭയിൽ ഉള്ളതാണ്. മാത്രമല്ല 70-കൾക്ക് ശേഷം ലത്തീൻ റീത്തിലാണ് പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞ് ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങിയത്. അത് പിന്നീട് സീറോ മലബാർ സഭയും സ്വീകരിച്ചു. പക്ഷേ മറ്റ് റീത്തുകളൊന്നും തന്നെ ഇത് സ്വീകരിച്ചുമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്ന കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പശ്ചാത്തലമായി നിൽക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ? അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യക്ഷമായി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പുരോഹിതൻ ബലിയർപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടോ നിർദ്ദേശിച്ചിട്ടോ അംഗീകരിച്ചിട്ടോ ഒന്നുമല്ല. പാശ്ചാത്യ സഭയിൽ പ്രൊട്ടസ്റ്റന്റ്
അംഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്, അവർക്ക് ദേവാലയവും ആരാധനക്രമവും പരിശുദ്ധക്രമവും ഇല്ലാത്തതുകൊണ്ട് പാസ്റ്റർമാരുടെ പ്രസംഗ രീതിയിൽ പുരോഹിതൻ ബലിയർപ്പിക്കാൻ തുടങ്ങി. ഒരു നല്ല ഉദ്ദേശമുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ അത് നടന്നില്ല താനും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് തിരുസഭയിലും പരിശുദ്ധ കുർബാന പുരോഹിത ജനങ്ങളെ തിരിഞ്ഞ് ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു കാരണം, സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആ കാലഘട്ടം വരെ എല്ലാവരും വിശ്വസിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, മനുഷ്യൻ ദൈവത്തിൽ എത്തിച്ചേരാൻ. പക്ഷേ നിരീശ്വരത്വത്തിൽ അടിസ്ഥാനമിട്ട പരിണാമ സിദ്ധാന്തം മനുഷ്യനെ പഠിപ്പിച്ചു, മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിലെത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാണ് എന്നുള്ളത്. ഈ വാദഗതി തെറ്റാണെന്ന് ലൂയിസ് പാസ്റ്റർ തെളിയിച്ചിട്ടുണ്ട്. കാരണം ജീവനിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ, തന്നെ പരിണമിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ തെയ്യാർദി ഷർദാൻ പറഞ്ഞിട്ടുണ്ട്, കുരങ്ങിൽ നിന്ന് പരിണമിച്ചിട്ടല്ല മനുഷ്യനുണ്ടായത്, ഒരു പ്രത്യേക ഘട്ടത്തിൽ മനുഷ്യനും കുരങ്ങും രണ്ടായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് പ്രത്യേകമായി പരിണാമ സിദ്ധാന്തത്തിലൂടെ തന്നെ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ തെറ്റായ പരിണാമ സിദ്ധാന്തത്തിൻ്റെ അമിതമായ സ്വാധീനത്തിൽപ്പെട്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യൻ സ്വർഗത്തിലെത്തിച്ചേരാനാണെന്നുള്ള ആശയത്തിന് മങ്ങലേറ്റു. തുടർന്ന് മാർക്സിസ്റ്റ് തിയറി ഒത്തിരി സ്വാധീനിച്ചു. കാർൽ മാർക്സ് ആശയം അനുസരിച്ച് സ്വർഗരാജ്യം ഭൂമിയിലാണ്, സ്വർഗത്തിലല്ല, ഇവിടെയാണ്, ഇവിടെ സ്വർഗം പണിയുക എന്ന ആശയം വന്നു. അതിനോട് ചേർന്ന് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രവും പഠിപ്പിച്ചു, ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റീരിയൽ പ്രോസ്പെരിറ്റി, അതായത് ഭൗമികമായ പുരോഗതി, ജീവിത സന്തോഷം, അതാണ് സ്വർഗരാജ്യം, അതാണ് സ്വർഗരാജ്യം ഭൂമിയിലാണ് എന്നുള്ള ആശയത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. അതിനോട് ചേർന്നാണ് മനഃശാസ്ത്രം, പ്രത്യേകിച്ച് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ അമിതമായ സ്വാധീനം. ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് മനുഷ്യനെന്ന് പറയുന്നത് വെറും ഒരു ലൈംഗിക വസ്തുവാണ്. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ കിടക്കുന്നത് ലൈംഗികമായ അസംതൃപ്തിയാണ്. അപ്പോൾ അതുവരെ ദൈവമാണ് എല്ലാറ്റിനും ഉത്തരം എന്നുള്ള ആശയത്തിന് പകരം സ്വർഗവും മരണാനന്തര ജീവിതവുമാണ് എല്ലാ ധാർമ്മികതയ്ക്കും അടിസ്ഥാനം എന്നതിനേക്കാൾ കൂടുതലായി ഇവിടെ വന്നത് പരമാവധി ആസ്വദിക്കുക, സ്വർഗരാജ്യം ഭൂമിയിലാണ്, എല്ലാ പ്രശ്നത്തിൻ്റെ കാരണം അവൻ്റെ ലൈംഗിക ഇച്ഛയാണ്. അങ്ങനെ സ്വർഗം എന്ന് പറയുന്ന ആശയം ക്രമേണ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സ്വർഗീയ വിരുന്ന് എന്ന ആശയവും പോയി. പരിശുദ്ധ കുർബാന സ്വർഗീയ വിരുന്ന് എന്ന ആശയത്തിന് പകരം സ്നേഹവിരുന്നായിട്ട് മാറി. ഇത് സ്നേഹവിരുന്നല്ല, ഇത് സ്വർഗീയ വിരുന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ആഗോള സഭയിലും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലും ഈ ഒരു ആശയക്കുഴപ്പം 70-കൾക്ക് ശേഷം മാത്രമുണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരണം വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ നമ്മൾക്ക് ഇവിടെ സാധിക്കണം. സ്വർഗീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ട വേദിയാണ് പരിശുദ്ധ കുർബാനയും ആരാധനക്രമയും. സ്വർഗത്തിൽ പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നെ മറ്റ് ചില കാരണങ്ങൾ കൂടി ഉള്ളത്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ വളർന്നു വന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ലിബറേഷൻ തിയോളജി. ആ ദൈവശാസ്ത്രത്തിന് തീർച്ചയായും സഭയെ കുറേയൊക്കെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എളിമയോടുകൂടി അംഗീകരിക്കുന്നു. പക്ഷേ ആ സ്വതന്ത്ര ചിന്താഗതി ദൈവശാസ്ത്രം അല്ലെങ്കിൽ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ദൈവശാസ്ത്രം പരിശുദ്ധ കുർബാനയ്ക്ക് നൽകിയ കാഴ്ചപ്പാടിൽ മാറ്റം വന്നുപോയി. അവിടെ പറയും, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന ഈശോയുടെ കൽപ്പന പ്രകാരം ഈശോയുടെ ജീവിതത്തെ അനുസ്മരിക്കുക എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളും വേദനകളും ആഘോഷിക്കലാണ്. അപ്പോൾ കുർബാനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ നഷ്ടപ്പെട്ടു പോയി. അതിനോട് ചേർന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ വളർന്നു വന്ന മറ്റൊരു ദൈവശാസ്ത്ര ശാഖയാണ് സാംസ്കാരിക അനുരൂപണം. സാംസ്കാരിക അനുരൂപണവും ലിബറേഷൻ തിയോളജിയും കൂടി ചേർന്നപ്പോൾ സംസ്കാരങ്ങളുടെ ആഘോഷമായി തീർന്നു പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ ജീവിതത്തിൻ്റെ അനുസ്മരണമാണെന്നും സ്വർഗത്തെ നോക്കി പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുന്നതാണെന്നുമുള്ള ആശയത്തിന് ഇവിടെ മങ്ങലേറ്റു. അവിടെയാണ് ഇന്ന് കാണുന്ന ആശയക്കുഴപ്പങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സഭ ഇന്ന് ചെയ്യേണ്ടത് വസ്തുനിഷ്ഠമായി നിത്യസത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് നിത്യസത്യം? ദൈവം പരിശുദ്ധ തൃത്വമാകും. ആ പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാനായി പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ മനുഷ്യൻ തന്നിരിക്കുന്ന അവർണ്ണനീയമായ ദാനമാണ് പരിശുദ്ധ കുർബാന എന്നുള്ളത്. ഈ വീണ്ടും കണ്ടെത്തലിലേക്ക്, ഈ വിസ്മയത്തിലേക്ക് നമ്മൾക്ക് വളരാനായിട്ട്, സഭയ്ക്ക് വളരാനായിട്ട് സാധിക്കണം. ഈ ചാക്രി ലേഖനത്തിൻ്റെ ലക്ഷ്യം അതാണ്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ പകുതി ആയിട്ടുള്ളൂ എന്ന സത്യം മറക്കരുത്. ഇത് പറയുമ്പോൾ മറ്റൊരു വലിയ സത്യം കൂടി ഓർക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ പേജുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മനുഷ്യരോടൊത്ത് വസിക്കുവാൻ,
ദൈവം മോശയിലൂടെ വാഗ്ദാന പേടകം നൽകി. ആ വാഗ്ദാന പേടകം പിന്നീട് ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. സോളമൻ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ദേവാലയത്തിൽ ശക്തമായ ദൈവിക സാന്നിധ്യമുണ്ടായി. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്ന ദേവാലയങ്ങൾ. പഴയ ദൈവജനം, ഇസ്രായേൽ ജനം പെസഹ ആചരിക്കുവാനും ആഘോഷിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ജെറുസലേം ദേവാലയത്തിലേക്ക് മാത്രം പോയി എങ്കിൽ ഇന്നിതാ ഈശോ മിശിഹ തൻ്റെ പീഡാനുഭവത്താലും മരണത്താലും ഉത്ഥാനത്താലും തൻ്റെ സാന്നിധ്യം ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നൽകിക്കൊണ്ട് പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുന്ന ആരാധന തുടരുകയാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇസ്രായേൽ ജനം ജെറുസലേം കേന്ദ്രീകൃതമായി തൃത്വത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക എന്ന ആശയത്തിൽ നിന്ന് മാറി അന്യ ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ ദൈവം അവരെ യുദ്ധത്താലും പ്രകൃതി ക്ഷോഭങ്ങളാലും ഒക്കെ കഠിനമായിട്ട് ശിക്ഷിച്ചതായിട്ട് കാണാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ജെറുസലേം ദേവാലയത്തിൽ ശരിയായ ആരാധന നടന്നപ്പോൾ ഇസ്രായേൽ ജനം സംരക്ഷിക്കപ്പെട്ടിരുന്നു. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതേസമയം അന്യ ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ, വിഗ്രഹാരാധനകളുടെ പുറകെ പോയപ്പോൾ ദൈവം അവരെ കഠിനമായിട്ട് ശിക്ഷിച്ചു. ഇന്നും സഭയെ സംബന്ധിച്ച് പറയുമ്പോഴും, കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ച് പറയുമ്പോഴും, പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാൻ സഭ ഇന്ന് തയ്യാറാകുന്നില്ല എങ്കിൽ സഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സ്വർഗീയ ഇടങ്ങളിലേക്ക് തള്ളിക്കയറുന്ന ദുഷ്ടാരൂപി സ്വർഗീയ ഇടമാകുന്ന മദ്ബഹായിലേക്കും തള്ളിക്കയറും. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയ്ക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ തൃത്വത്തെ ആരാധിക്കുന്ന, സ്വർഗീയ ആരാധന തുടരുന്ന ആരാധനക്രമം സഭയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്ക് വളരാൻ നമ്മൾക്ക് സാധിക്കട്ടെ. Now we are in the 16th number. We will enter into 17th number later. 16th number speaks of Eucharistic participation in the Trinitarian life, being united with the Holy Trinity. And Eucharist is the work of the Holy Trinity, and Eucharist is adoring the Holy Trinity. It is anticipation of the heavenly liturgy. We have to repeat it when we come to chapters 4, 5, etc. But now we have to understand its very importance and relevance from our present situation. That is, all over the world in Universal Church, especially in Latin Church and Syro-Malabar Church, we have the controversy of what should be the position of the priest in celebrating the Eucharist. There are places, and especially in Latin Church, the priest takes the position of facing the people. But it started only after 1970s, after Vatican II. Why it happened? The immediate answer is, after the Vatican II, during the liturgical renewal era, without any official recognition and publication by the official church, priests began to celebrate the Eucharist facing the people, just following the style of the Protestant church. European church is dominated by the Protestants. So, many priests with a good intention that if we celebrate the Eucharist as the pastor is leading the prayer session, maybe Protestants will join to Catholic faith. So it was a kind of wrong ecumenical way of thinking. Secondly, we must also understand what is the broad background of this change that took place in the church. That is, during the post-Vatican liturgical renewal era, due to the wrong, exaggerated understanding of the evolution theory, people lost the faith in the life after death. Meaning to say, due to the overemphasis to the atheistic understanding of the evolution theory, everything evolved and man evolved from monkey. Therefore, man was created in the image and likeness of God, and man has to reach God, heaven. That idea was gradually disappearing. Meaning to say, people lost the sense of the life after death and heaven. So the concept of the Eucharist also changed. Heaven is on earth became more predominant idea. That idea came also because of the over-influence of the Marxian theory that the kingdom of God is on earth only. That is wrong. The kingdom of God is in 4 levels. That means the kingdom of God is in us, also in the community, also in Jesus Christ, but it is to come already and not yet. But it so happens, due to the over-atheistic evolution theory influence and also the influence of the Marxian theory, the idea of the kingdom of God on earth became more influential. Besides, the psychology also played its role. That is, according to Freud, man is simply a totality of sexual veins, and the cause of all his problem is his sexual desire. So, people began to find solutions in the sexual relationship, etc., not in God. Thus, we lost that
centrality of God, centrality of heaven. Therefore, in the liturgy it so happens, the heaven is forgotten. So priests began to celebrate the Mass facing the people because the kingdom of God is on earth. This is the wrong trends that happened in the church. Besides, liberation theology also played its role. According to this theology, Eucharistia is not celebrating in memory of Jesus, but celebrating our own experiences, our struggle with the poorest of the poor, etc. Added to that, during the post-Vatican era, we also see the theology of inculturation. An exaggerated way of theology of inculturation taught that Eucharistia is celebration of the culture more than the celebration of the salvation history. Thus, gradually, priests began to think that he can do whatever he likes, and just to have social gathering like that. Now, if we want to solve all the problems of the Catholic Church must come to reinventing the most basic fundamental truth, that is, we must adore the Holy Trinity. We must adore God in heaven. There is no other way. Remember, in the Old Testament, whenever people had the sacrifice in the Jerusalem temple and adored the God was blessing them. But whenever they went away and went after other gods, they were punished by wars, famine, etc. The same thing is happening even now. So, the Catholic Church must come to the spirit of adoring the Holy Trinity, looking to heaven, and that adoration will save the Catholic Church. ആഗോള സഭയ്ക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ ആഗോള സഭ മറ്റ് തെറ്റായ ചിന്താഗതികളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ തൃത്വത്തെ സ്വർഗോന്മുഖമായി ആരാധിക്കുന്ന ചൈതന്യത്തിലേക്ക് വരണം. അവിടെ മാത്രമേ സഭയ്ക്ക് രക്ഷയുള്ളൂ. അത് കണ്ടെത്താനുള്ള പരിശ്രമമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയും ഈ ചാക്രി ലേഖനത്തിലൂടെ പരിശ്രമിക്കുക. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.